നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പരസ്പരം മത്സരിക്കുന്നത് ചൈനയും അമേരിക്കയും തന്നെയാണ്. ഇത് ചൈനയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ടോ? അതായത് അങ്ങനെ വേണം കരുതാനായിട്ട്. അതിൻ്റെ പല പ്രവർത്തനങ്ങളും നടക്കുന്നതായിട്ട് നമുക്ക് ഒരു ബാഹ്യമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന വടംവലികൾക്കെല്ലാം തന്നെ പിന്നിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാങ്കേതിക യുദ്ധമാണ്. ഇത് കേവലമായിട്ടുള്ള യുദ്ധമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇതിനകത്ത് വ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതത്തെ സ്വീകരിക്കാനായിട്ട് ലോകം മൊത്തം തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊരു ബാഹ്യ പ്രശ്നവുമല്ല, എന്നാൽ അതായത് ഈ രാജ്യങ്ങൾക്ക് പുറത്തുള്ള പ്രശ്നവുമല്ല. ഇത് എല്ലാവരെയും തന്നെ ഒരു ദീർഘകാലത്തേക്ക് ബാധിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർമ്മിത ബുദ്ധിയുടെ കാലത്തേക്ക്, പ്രജിത പറഞ്ഞതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ അതിനെ സ്വായത്തമാക്കേണ്ട, ഇല്ലെങ്കിൽ ശീലിക്കേണ്ട, ഇല്ലെങ്കിൽ നിരന്തരമായി ഉപയോഗിക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു ഉപഭോക്തൃ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന സാങ്കേതിക ക്രമത്തിലേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിസ്സാരമായ ഒരു വസ്തുതയല്ല, ഇത് വളരെ ഗൗരവമേറിയ ഒരു വസ്തുതയാണ്. ആ ഗൗരവമേറിയ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ സാങ്കേതിക ആവശ്യങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ഘടകത്തിൻ്റെ അപര്യാപ്തത, ലഭ്യതക്കുറവ്, ഇതൊക്കെ വലിയ തോതിൽ ഈ പറയുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക യുദ്ധത്തിലേക്ക് വഴിതെളിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇതിന് എന്താണ് പ്രശ്നമുണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈന അവരുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള ഉയ്ഗുർ മേഖലയിൽ, അതായത് ഏറ്റവും അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളുള്ള, നിരന്തരമായി സംഘർഷങ്ങളുടെ ഭൂമികയായിരിക്കുന്ന, ലോകമാധ്യമങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തെ തുടർന്നുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മേഖലയിൽ AI കേന്ദ്രമാക്കി ചൈന ഒരു പുതിയ നിർമ്മാണ പദ്ധതിക്ക്, ഒരു ക്രിയാത്മക പ്രവർത്തനത്തിനൊക്കെ സാധ്യത കുറിക്കുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഉയ്ഗുർ മേഖലയിൽ ചൈന ഇത്തരത്തിലുള്ള പിടിമുറുക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങളുണ്ട്, ഉയ്ഗുർ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചൈനയുടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അവിടേക്ക് ഒരു വിദേശ സഞ്ചാരി ഇല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ എത്തിയാൽ അയാളുടെ മേലായിരിക്കും ചൈനയുടെ കണ്ണുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ലോകത്തിന് മുന്നിൽ പിന്നെ എന്താകും ഇവരെ പറ്റി എടുത്തു കാണിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ആശങ്കയായിരിക്കും ചൈനയെ പിന്തുടരുന്നത് എന്നുള്ളതാണ്. ചൈന 2030 ലോക നേതാവാകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ഭൂമികയുടെയും, പ്രത്യേകിച്ച് ഈ പറയുന്ന ഭൂഖണ്ഡങ്ങൾ, ഉപഭൂഖണ്ഡങ്ങൾ, ഇവയുടെ എല്ലാം തന്നെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ മരുഭൂമിക്ക് സമമായിരിക്കും. നമ്മളെടുത്തു നോക്കൂ, പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയുടെ മരുഭൂമി പ്രദേശം എവിടെയാണ്? അതിൻ്റെ പടിഞ്ഞാറ് വശമാണ്. അതായത് അറേബ്യ പോലുള്ള. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മരുഭൂമി പ്രദേശം എവിടെയാണ്? അത് രാജസ്ഥാനാണ്, അതിൻ്റെ പടിഞ്ഞാറൻ പ്രദേശമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന മരുഭൂമിക്ക് സമാനമായ മേഖലകളാണ്. ഓസ്ട്രേലിയയുടെയും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അത്തരത്തിലൊരു പ്രദേശം AI കേന്ദ്രമാക്കി ചൈന തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് എന്ന് വേണം കണക്കാക്കേണ്ടത്. അങ്ങനെ വിദേശികൾക്ക് മേൽ പോലും നിരീക്ഷണ കണ്ണുകൾ ഉറപ്പിക്കുന്ന ചൈനയുടെ ഒരു സാങ്കേതിക ലോകത്തിൻ്റെ ക്രമത്തിൽ, ആ കാലഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ അവരുടെ AI വികാസത്തെ പറ്റി നിരീക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ നിരീക്ഷണം എത്രത്തോളം ശരിയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ബ്ലൂംബർഗ് നടത്തിയ അന്വേഷണം അതിലേക്കുള്ള ഒരു പ്രകാശം വിതയ്ക്കുന്നുണ്ട്. ആ പ്രകാശം വിതയ്ക്കൽ ഇത്തരത്തിലാണ് നമ്മളെ പറഞ്ഞു തരുന്നത്. അതായത് വലിയ തോതിലുള്ള ഒരു യുദ്ധസമാനമായ, ഏതാണ്ട് ശീതയുദ്ധ കാലഘട്ടത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് ലോകക്രമത്തിനെ കൊണ്ടുപോകാനായിട്ട് ഇത്തരത്തിലുള്ള സാങ്കേതിക അടിസ്ഥാന ഘടകങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഡാറ്റാ സെൻറ്ററുകളിൽ 1,10,000-ത്തിലധികം വിലക്കപ്പെട്ട US ഡിസൈൻ ചെയ്ത NVIDIA സാങ്കേതിക ചെറുഘടകങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ചൈനയുടെ ഏറ്റവും വലിയ പദ്ധതി. അതിനു വേണ്ടിയിട്ട് H100, H200 പോലുള്ള ഏറ്റവും ചുരുങ്ങിയ സാങ്കേതിക ഘടകങ്ങൾ ഈ പറയുന്ന ലോകത്തിൻ്റെ പുരോഗമിച്ച ലാംഗ്വേജ് മോഡൽ ട്രെയിനിങ് ഹാർഡ്വെയറുകളിലേക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ US 2022 മുതൽ ഇവ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുന്നു. ഏറ്റവും ചെറിയ സാങ്കേതിക ഘടകം എന്നുള്ളത് ചിപ്പുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ചിപ്പുകളുടെ കാര്യമാണ് ഇവിടെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നത്. പ്രാദേശിക സർക്കാർ അംഗീകരിച്ച രേഖകളിൽ ഇതിനായി വലിയ തോതിലുള്ള NVIDIA പ്രോസസ്സർ വാങ്ങൽ പദ്ധതികൾ കാണുന്നു. ഇവ നിയമപരമായി ലഭ്യമല്ലെങ്കിലും
കമ്പനികൾ ബ്ലഫ് ചെയ്യുകയോ അല്ലെങ്കിൽ രഹസ്യമായി ചിപ്പുകൾ ലഭ്യമാക്കുകയോ ചെയ്യുന്നതാണോ എന്ന് ഇപ്പോഴും ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ചൈനയുടെ കയ്യിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള ചിപ്പുകൾ ലഭ്യമാകുന്നത് എന്നുള്ളത്. H100, H200 തുടങ്ങിയ ചിപ്പുകളെല്ലാം തന്നെ ലഭ്യമാകുന്നതിൽ നിന്ന് അമേരിക്ക ചൈനയെ വിലക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയുടെയും ചൈനയുടെ ഒരു സാങ്കേതിക പോരാട്ടമായിട്ട് ഇതിനെ വിലയിരുത്തേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏറ്റവും ചുരുങ്ങിയ ഈ പറയുന്ന സാങ്കേതിക ഘടകമായിട്ടുള്ള H20 പോലുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ അമേരിക്ക ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഏറെ ഞെട്ടിക്കുന്ന, അല്ലെ ചൈന ചെയ്യുന്നുണ്ട് എന്നുള്ളതും അമേരിക്കയെ ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുറഞ്ഞ ശേഷിയുള്ള ഈ H20 ചിപ്പുകളിൽ മറ്റെന്തെങ്കിലും മാറ്റം വരുത്തിയാണോ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ സാങ്കേതിക ഘടകത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി അതിനെ ഈ പറയുന്ന H100, H200 പോലെയുള്ള നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അതിൻ്റെ ദൈക്ഷണിക ശേഷിയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണോ ഈ പറയുന്ന ചൈനയുടെ പ്രവർത്തനം എന്നുള്ള കാര്യത്തിനകത്തും വലിയ തോതിൽ ഈ പറയുന്ന ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ചൈനീസ് AI സ്റ്റാർട്ടപ്പ് DeepSeekനെ ലോകത്തിനെ അതിശയിപ്പിച്ച ഒന്നാണ്. അവർ നിയമപരമായി ചൈനയിൽ ലഭ്യമായ കുറഞ്ഞ കാര്യക്ഷമതയുള്ള ചിപ്പുകൾ ഉപയോഗിച്ചതിന് വലിയ ഭാഷാ മാതൃകകൾ ട്രെയിൻ ചെയ്തതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട്. എന്നാൽ വാഷിങ്ടണിലെ ചിലർ അവർക്ക് രഹസ്യമായി H100 പ്രവേശനം ഉണ്ടാക്കി നൽകിയോ എന്നുള്ളൊരു സംശയവുമുണ്ട്. അത്തരത്തിലൊരു പ്രവേശനം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ സാങ്കേതിക ഷിഫ്റ്റിങ്ങിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഏറെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ ഒരു ചോർത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക വിവരച്ചോർച്ചയായിട്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലായിട്ട് അതിനെ അമേരിക്ക കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണികളിൽ ഒന്നാണ് ഇതെന്ന് വിലയിരുത്തപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ എന്നാൽ ഈ പറയുന്ന DeepSeek ഇതിനകം തന്നെ ഈവു ഡാറ്റാ സെൻറ്ററുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൈനയുടെ വെല്ലുവിളികളും മറ്റ് കാര്യങ്ങളും അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും കൂടി മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഈ സബ്ജക്റ്റിലേക്ക് പൂർണ്ണമായിട്ടും നമുക്ക് എത്താൻ കഴിയുള്ളൂ. ചൈന സ്വന്തം ഹുവായ് ആക്സെൻറ്റ് ചിപ്പുകൾ ഇപ്പോഴും NVIDIAയേക്കാൾ ഒരു പടി പിന്നിലാണ് നിൽക്കുന്നത്. ചൈനയുടെ ഹുവായ് ആക്സെൻറ്റ് ചിപ്പുകൾ. അപ്പോൾ ഈ ചിപ്പുകൾ NVIDIAയേക്കാൾ ഒരു പടി പിന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മുന്നേറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് അവർ $48 ബില്യൺ നിക്ഷേപ ഫണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇത് അമേരിക്കൻ നിലവാരത്തിലേക്ക് എത്താൻ വളരെ പ്രയാസമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 1, 2, 3 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ, അത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ചൈനയുടെ ലക്ഷ്യം വെറും അമേരിക്കയെ പിന്തുടരുക മാത്രമല്ല, ലോകത്തെ തന്നെ AI നേതാവായി മാറുക എന്നുള്ളതാണ്. ഇതിനായി ആഗോള ദക്ഷിണ രാജ്യങ്ങളിൽ അവരുടെ AI ഉൽപ്പന്നങ്ങളുടെ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ ചോദ്യമൊന്നും ഉയരുന്നുണ്ട്. യുവു പോലുള്ള മരുഭൂമിയിൽ AI ക്യാമ്പസുകൾ നിർമ്മിക്കപ്പെടുന്നു. പദ്ധതി പ്രകാരം ഇവയിൽ 1,15,000 NVIDIA ചിപ്പുകൾ എത്തിച്ചേരുകയാണെങ്കിൽ അത് US നിയന്ത്രണങ്ങൾ പരാജയപ്പെട്ടതിന് ഉള്ളൊരു തെളിവായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇത്രയും വലിയ തോതിൽ ചൈനയ്ക്ക് വിലക്കപ്പെട്ട NVIDIA ചിപ്പുകൾ ലഭ്യമായെന്നതിന് വേറെ തെളിവൊന്നും കണ്ടെത്താനും ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർണതകൾ ഒരു വിഷയത്തിന്മേൽ നിലനിൽക്കുമ്പോൾ അവിടെ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം കണക്കാക്കാനായിട്ട്. സാങ്കേതികമായിട്ട് ഒരറ്റത്ത് നിന്ന് ഒരു വടംവലി നടക്കുമ്പോൾ മറുവശത്ത് ചോർത്തിയെടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. ഇത്തരത്തിലുള്ള വലിയ സങ്കീർണതകൾ ആഗോളതലത്തിലുള്ള AI പോരാട്ടങ്ങളിലേക്ക് നയിക്കുമ്പോൾ മറ്റൊരു ശീതയുദ്ധം അത് AI നിയന്ത്രണത്തിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.